അവിടെ ഒരു കാര്യങ്ങളും ചർച്ചയാകുന്നില്ല എന്നാണ്. അവിടെ വർഗീയതയും യുദ്ധവും ഒക്കെയാണ് ചർച്ചയാകുന്നത്. അതൊക്കെ എത്ര ശതമാനം വരെ ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. ചിലപ്പോൾ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന ചർച്ചകൾ പുറം ലോകത്തേക്ക് ആ രീതിയിലുള്ള ചർച്ച എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നേതാക്കന്മാർ ആ ശൈലിയിൽ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ വന്യമൃഗ ശല്യമൊക്കെ വളരെ രീതിയിൽ അവിടെ ചർച്ചയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ഒരു 2 ദിവസത്തേക്ക് അപ്പുറം അവിടുത്തെ വന്യമൃഗ ശല്യത്തെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതികുമാർ ചാമക്കാലയുടെ സമരത്തോട് കൂടിയിട്ട് അത് പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ചർച്ചയും കാണുന്നില്ല. 2-3 ദിവസമായിട്ട് ചർച്ചകൾ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ വർഗീയത പറഞ്ഞ് എത്ര ശതമാനം മുന്നോട്ട് പോകാൻ പറ്റും, വർഗീയ വോട്ടുകൾ പ്രധാനപ്പെട്ട ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, ഏത് രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ അവിടെ മുന്നണികൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പത്രക്കാരെയും ചാനലുകാരെയും എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയും ഓരോ വീടുകൾ കയറി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ശൈലിയിലാണ് എന്നുള്ളത് തോന്നുന്നു. ഞാൻ തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരെയും കാണുന്നത് എല്ലാവരും ഗ്രഹസമ്പർക്കത്തിലാണ്. എല്ലാവരും വീടുകൾ കയറി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോവുകയാണ്. ഇപ്പം 3 ദിവസമാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ. കാരണം നമ്മളൊരു സാധാരണ ഒന്ന് ആലോചിച്ചാൽ മതി. സാധാരണ അങ്ങനെ ഒരു 3 ദിവസം ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പോവുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല എന്നുള്ളതാണ്.